ബീഹാർ മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി. പിന്നിൽ. ബീഹാറിൽ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജിവെച്ച മണ്ഡലത്തിൽ ബി.ജെ.പി. പിന്നിലാണ്. മധ്യപ്രദേശിലെ ധാത്തിയ മണ്ഡലത്തിലും ബി.ജെ.പി. പിന്നിലാണ്. തൗഫീഖ് അസ്ലം വിവരങ്ങളുമായി ചേരും. തൗഫീഖ്, വോട്ടെണ്ണൽ എത്രയായി? എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജിവെച്ച ഒഴിവിലേക്കാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നത്. ബങ്കിപ്പൂരിലാണ് ബി.ജെ.പി. ഇപ്പോൾ പിന്നിൽ പോയിരിക്കുന്നത്. 3 റൗണ്ടാണ് നിലവിൽ എണ്ണിയിരിക്കുന്നത്. ഈ 3 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ 1500-ലധികം വോട്ടുകൾക്ക് ജൻസ്വരാജ് പാർട്ടി അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് കിഷോറാണ് ഇപ്പോൾ അവിടെ ലീഡ് ചെയ്യുന്നത്. ഏകദേശം 30-ലധികം റൗണ്ടുകളാണ് എണ്ണാനായിട്ടുള്ളത്. അതിൽ 4 റൗണ്ട് എണ്ണി തീർന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അപ്പോഴാണ് 1500 വോട്ടുകൾക്ക് പ്രശാന്ത് കിഷോർ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിട്ടുള്ള നീരജ് കുമാറാണ് 2ാം സ്ഥാനത്തുള്ളത്. ബി.ജെ.പി. വലിയ പ്രതീക്ഷയാണ് ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടുള്ള ഒരു വിജയം ഉണ്ടാകുമെന്ന് കൂടി പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ബി.ജെ.പി. പിന്നിൽ പോകുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. ഇനിയും ചില മണ്ഡലങ്ങൾ ബി.ജെ.പിക്ക് ശക്തി കേന്ദ്രമായിട്ടുള്ള മണ്ഡലങ്ങൾ കൂടി അവിടെ എണ്ണാനുണ്ട്. ബാക്കിയുണ്ട്, തുടങ്ങിയതേ ഉള്ളൂ. ആ സമയത്താണ് ഇപ്പോൾ ജൻസ്വരാജ് പാർട്ടിക്ക് ഇത്തരമൊരു ലീഡ് അവിടെ കൈവന്നിരിക്കുന്നത്. മധ്യപ്രദേശിലും ബി.ജെ.പി. ആണ്. ബി.ജെ.പി. ഇപ്പോൾ പിന്നിൽ പോവുകയാണ്. അത് കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റാണ് മധ്യപ്രദേശിൽ. അവിടെ ബി.ജെ.പി. ഇപ്പോൾ പിന്നിൽ പോകുന്നു. കോൺഗ്രസ് തന്നെയാണ് അവിടെയും ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ബി.ജെ.പി. സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളായിരുന്നു. ഈ മധ്യപ്രദേശിലെ ദാദിയയിലും ബി.ജെ.പിക്ക് വലിയ പിന്തുണ ലഭിച്ചിരുന്നു. അതുകൊണ്ട് അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ബി.ജെ.പി. പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അവിടെ കോൺഗ്രസ് തന്നെ ഇപ്പോൾ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ ബീഹാറിലാണ് കോൺഗ്രസ് അവിടെ മത്സരിക്കുന്നില്ല. അതേസമയം ജൻസ്വരാജ് പാർട്ടി അവിടെ വലിയ പിന്തുണ തങ്ങൾക്ക് നേരത്തെ തന്നെ ഉറപ്പാക്കിയിരുന്നു. നേരത്തെ പ്രശാന്ത് കിഷോർ അവിടെ മത്സരിക്കുന്നില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് പാർട്ടി പ്രശാന്ത് കിഷോറിനോട് മത്സരിക്കാൻ ആവശ്യപ്പെടുകയും പ്രശാന്ത് കിഷോർ അവിടെ മത്സര രംഗത്ത് സജീവമാവുകയും ഇപ്പോൾ മുന്നിൽ നിൽക്കുകയാണ്. ഇനിയും ചില മണ്ഡലങ്ങൾ, ഭൂരിഭാഗം മണ്ഡലങ്ങൾ ഇനിയും എണ്ണാനുണ്ട്. ആ സമയത്ത് ബി.ജെ.പി. മുന്നിൽ വരുമെന്നാണ് ബി.ജെ.പി. ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്.